ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. നമ്മളിന്ന് വന്നേക്കുന്നത് ആഗ്രയിലാണ്. നമ്മൾ ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്ന് ബസ് പിടിച്ച് രാത്രി ഒരു 8 മണിയായപ്പോൾ നമ്മൾ ആഗ്ര എത്തി. നമ്മൾ പെട്ടെന്ന് തന്നെ റൂം എടുത്തു. ഇവിടുത്തെ ജസ്റ്റ് ഒരു കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ലോകാത്ഭുതത്തിലോട്ടേക്ക്. അതെ, നമ്മളൊരു ഡ്രീമായിരുന്നു. അതെ, അപ്പൊ എന്തായാലും ഇവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ റെഡിയായി. സമയം ഏകദേശം ഇപ്പൊ ഒരു 5:30. അതെ, 5:30 ആയിട്ടുള്ളൂ. പിന്നെ പുറത്ത് തണുപ്പ് ഏകദേശം 9 ഡിഗ്രിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ വേഗം ചാടി ഓടാൻ പോവാ. കാരണം നമുക്ക് അറിയില്ലല്ലോ എത്ര നേരത്തെ എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് പോയി നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ എല്ലാവരും അവസരം വരെ കാണുക അല്ലേ. അതായത് നമ്മൾ താജ്മഹൽ, അതെ, അപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റ് ഒരു 5:45 5:45 നമ്മൾ താജ്മഹലിന്റെ വെസ്റ്റ് ഗേറ്റ് അല്ലേ ഇത്? വെസ്റ്റ് ഗേറ്റിന്റെ മുമ്പിലെത്തി. പക്ഷെ ഇവിടെ ഈച്ചക്കുട്ടി പോലും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആരും പോകുന്നു കാണുന്നില്ല. നോക്കി നോക്കട്ടെ, ഇവിടെ ഒന്നും ആരും കാണുന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളല്ലോ. ഇതാ ഇവിടെ ചിന്നു. നമ്മളിത് ഉള്ളിലോട്ടേക്ക് കേറുകയാണ്. ചിന്നത് ഉള്ളിലോട്ടേക്ക് കേറുകയാണ്. ഇതാണ് വെസ്റ്റ് ഗേറ്റ്. ഇവിടെ വണ്ടി ഉണ്ട്, പക്ഷെ ഷെയറിങ് ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ഇതാണ് ഉള്ളിലോട്ടേക്കുള്ള വഴിയെന്ന് തോന്നുന്നു. നടക്കുന്നല്ലേ, ഇത് ഒറ്റ ആൾ പോലും ഇല്ലല്ലോ. നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്. നല്ല തണുപ്പിട് കേട്ടോ. ചിന്നത് ഓൾറെഡി മൂടിക്കെട്ടിട്ടാണ് നിൽക്കണത്. കാരണം ഏകദേശം ഇപ്പോൾ ഒരു 5:30 5:45 അത് ആദ്യമായിട്ടാണ് നമ്മൾ 4:30 ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എണീറ്റൊക്കെ റെഡി ആവുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ലോകാത്ഭുതം കാണാൻ പോകുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടല്ലേ. എന്തായാലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെ, അതെ, നമ്മളിനിയിപ്പോൾ അവിടെ നിന്ന് ആളാവാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ നമ്മൾ മുമ്പിൽ പോയത് നമ്മൾ ഈ രാവിലെ എണീറ്റൊക്കെ പൊട്ടറായി പോകില്ലേ. അതുകൊണ്ടെല്ലാം നമ്മൾ ഇറങ്ങി. പിന്നെ ഇതോ പാട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പ്. ക്യാമറ ഫോൺ പോലും പിടിക്കാൻ പറ്റില്ല, കൈയൊക്കെ അങ്ങനെ വേദനിക്കുന്നു. നല്ല തണുപ്പുണ്ട്. പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ആളെ കാണുന്നില്ല. അതവിടെ സൈഡിൽ ആൾക്കാരിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോയി നോക്കട്ടെ എന്താ അവസ്ഥ. നമ്മളത് അവിടെ എത്തി. പിന്നെ എന്താ പറയുക, ഇവിടെ ഒരു ഗൈഡ് വന്നു. പുള്ളി വന്ന് കുറച്ച് നേരം പറഞ്ഞു. ഏകദേശം 600-650 രൂപയ്ക്കാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ത്യക്കാരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ മൊത്തം നോക്കിയാൽ നമ്മുടെ ലോകാത്ഭുതം കാണാൻ വേണ്ടി വന്നേക്കുന്ന ഫോറിനേഴ്സാണ് മൊത്തം. ഇവർ മൊത്തം അവരുടെ ക്യൂ ആണ്. ഇത് മൊത്തം ഒരുപാട് പേരുണ്ട്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത്. നമ്മളാണ് ഫസ്റ്റ്. അതെ, അല്ലേ. ഇത്ര മുന്നിലൊന്നും ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും വന്നിട്ടില്ല. പക്ഷെ 6:30 നിന്നിട്ടില്ല. അതെ, അപ്പൊ അത്ഭുതത്തിലൊന്ന്. അത് അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യമായിട്ട് എത്തി. അപ്പോൾ 6:30 ഓപ്പണിംഗ് എന്നാ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇപ്പുറത്തുള്ള ലൈനുമാണ്. പിന്നെ ഗൈഡ് വന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ക്യാമറകളൊക്കെ ഉള്ളിൽ കയറ്റാം, അതിന് പൈസ ഒന്നും എക്സ്ട്രാ കൊടുക്കണ്ട. പിന്നെ വേറെ ഐറ്റംസ് ഒന്നും കയറ്റാൻ പാടില്ല. ചൂയിങ്കം, അത് ഇത്, വെള്ളം ക്യാരി ചെയ്യാം, നമ്മുടെ വാലറ്റ്, എന്തെങ്കിലും മെഡിസിൻസ്, അല്ലാണ്ട് വേറെ ഒരു സാധനം അവരുടെ ഉള്ളിൽ കയറ്റില്ല എന്ന് പറഞ്ഞത്. കുറേ പേരായി, അങ്ങ് റോഡ് വരെ ആളായി. നമ്മൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇത്രയും ആൾക്കാരായി. നമ്മൾ ഏതോ ഒരു ഗേറ്റിൽ കൂടെ ഉള്ളിൽ കയറി. പക്ഷെ ഇവിടെ താജ്മഹലൊന്നും കാണാനില്ല. നോക്കിയോക്കെ, ഉള്ളിൽ പോയി നോക്കിയോക്കെ എന്താ അവസ്ഥ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി ഇതല്ലാണ്ട് വേറെ വല്ല ഗേറ്റും ആണോ, ആ ഫ്രണ്ട് വലിയ ആർച്ച് വരുന്നതെന്നുള്ളത് അറിയില്ല കേട്ടോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഗേറ്റ് കൊണ്ട് നിങ്ങൾ കയറിയാൽ മതി. അല്ല, കറക്റ്റ് വഴിയാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ ഇവിടെയാണ് നമ്മുടെ കിടിലൻ ആ എൻട്രി കാണുന്നത് കേട്ടോ. ഇത് നോക്കിയേ, അത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ എന്തോ ഒരു സന്തോഷം അല്ലേ ഉള്ളിൽ. പക്ഷെ വെളിച്ചധികം ഇല്ല. നമുക്ക് മറ്റേതങ്ങനെ കാണുന്നതല്ല. താജ്മഹൽ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണണ്ടോ എന്നറിയില്ല. ആ മഞ്ഞിൻ്റെ ഉള്ളിലാണുള്ളത് താജ്മഹൽ. അപ്പോൾ ആ ഒരു നമ്മുടെ മറ്റേ എന്താ പറയുക, ആ ഒരു വെളിച്ചത്തിൽ കിട്ടുന്ന സംഭവം നമുക്ക് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതാ ഇവിടുന്ന് കാണുന്നുണ്ട്, അതാ താജ്മഹൽ. പക്ഷെ അതാ കണ്ടോ, അതോ
അതെ, ഇനിയിപ്പോൾ അതിന് വേണ്ടി പിന്നെയും പുറത്ത് വന്നിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഇതെന്തിൻ്റെയാന്നുള്ളത് അറിയില്ല. ഇവിടെ അതേപോലെ തന്നെ ഇത് വേറൊരു സൈഡിൽ നിന്ന് വരുന്നത്. എല്ലാ സൈഡിൽ നിന്ന് വന്നാൽ ഇവിടെ തന്നെ എത്തുക കേട്ടോ. ഇന്ന വഴിയെന്നൊന്നുമില്ല, ഏത് എൻട്രൻസ് കൂടെ വേണമെങ്കിലും വരാം. അതെ, രണ്ട് സൈഡും ഉണ്ട്, ഈസ്റ്റ് വെസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് വന്നാലും നമുക്ക് ഇവിടെ എത്തും കേട്ടോ. അതുകൊണ്ട് ആ കൺഫ്യൂഷനെ വേണ്ട. ഈ ഗേറ്റ് ചൂസ് ചെയ്യണം, ആ ഗേറ്റ് ചൂസ് ചെയ്യണം. ഏത് ഗേറ്റ് ചൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ വരാം. താജ്മഹലിന്റെ കവാടം ഇതാ ഇവിടെ. അതെ, ഞാനും ചിന്നും വന്നു. സംഭവം അടിപൊളി. അധികം ആൾക്കാരൊന്നും ഇല്ല, സുഖമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മറ്റേ വ്യൂ കിട്ടുന്ന സംഭവത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞാണ് മൊത്തം. മഞ്ഞ ആയതുകൊണ്ട് തന്നെ ഇതാവും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടും, തിരക്ക് കൂടും. അപ്പോൾ അതിൽ നല്ല ഇപ്പോൾ വരുന്നത് തന്നെ. പക്ഷെ നമ്മൾ എൻട്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ചിന്നു അങ്ങനെ മെല്ലെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നേരെ ഉള്ളിലോട്ട് പോകുന്ന തന്നെ ഉള്ളിലതാ കണ്ടോ, ലോകാത്ഭുതം അതാ അവിടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ മൊത്തം നമുക്ക് അധികം വെളിച്ചമായതൊന്നും കാണുന്നില്ല. പക്ഷെ ഇതാ നോക്കിയേ, മോനെ ലോകാത്ഭുതം അവിടെ മുമ്പിൽ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതാ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ താജ്മഹൽ. രണ്ട് ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഉണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെല്ലെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയൊക്കെ ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒന്ന് വെളിച്ചമൊക്കെ വന്നിട്ട് ഉള്ളിലോട്ട് മെല്ലെ പോകാലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. നല്ല ഫോട്ടോസ് ഇപ്പോൾ ഇവിടുന്ന് തന്നെ എടുക്കാൻ കഴിയുക. പക്ഷെ ഇവിടുന്ന് എടുക്കണമെങ്കിൽ തന്നെ നല്ല തിരക്കാണ് ഇപ്പോൾ. നമ്മളങ്ങനെ ലോകാത്ഭുതത്തിൻ്റെ അടുത്തോട്ടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം വെളിച്ചം വരുന്നേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് വെളിച്ചം, അവിടുന്ന് അങ്ങോട്ടേക്കുള്ള വെളിച്ചം ആയിട്ടില്ല. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ബാക്കിൽ കണ്ടാൽ അറിയാം. അപ്പോൾ സൂര്യൻ ഉദിച്ച് വന്നതിന് ശേഷം താജ്മഹലിലോട്ടേക്ക് അതിൻ്റെ ലൈറ്റിങ് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റുക. അപ്പം എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ അതെ, പക്ഷെ എന്തായാലും അതെ. പക്ഷെ ആൾക്കാരൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. നമ്മൾ കയറിയപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല, നമ്മൾ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ എന്തായാലും കിടിലൻ സംഭവം, അടിപൊളി. അതെ, അടുത്ത് പോകുന്തോറും ഇത് എന്താ പറയുക, താജ്മഹൽ എന്താണ്, അതിൻ്റെ സൈസ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. പോകുന്തോറും ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വന്ന് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഇതിൻ്റെ പോണ്ട് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ. അതേപോലെ തന്നെ നമ്മൾ ആ മെല്ലെ ഇതിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ആ പില്ലറിന് ചെറിയൊരു വളവുണ്ട് എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് നമുക്ക് കാണാം. കാരണം ഭൂമിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് വീഴുന്ന പോലെ ഉള്ള പോലത്തെ നമുക്ക് ഇവിടെ അടുത്തുനിന്ന് കാണുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. ഫോണിൽ എത്രത്തോളം വിസിബിൾ ആണെന്നുള്ള അറിയില്ല അല്ലേ. നമ്മളിവിടെ ഇവിടെ എത്തിയപ്പോഴൊക്കെ കുറച്ച് വെളിച്ചം വന്നു തുടങ്ങി അല്ലേ. പക്ഷെ മഞ്ഞ് നല്ലോണം ഉണ്ട് അല്ലേ. നല്ല വെളിച്ചമുണ്ട് അത്യാവശ്യം. ഇവിടെ വെളിച്ചം വന്നു. പക്ഷെ നമുക്ക് ആ ഒരു തിളക്കം അറിയണമെങ്കിൽ, കാരണം താജ്മഹൽ അത്രത്തോളം ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒരു മഞ്ഞും ആ ഒരു സംഭവം അതേപോലെ ഉള്ളതാണ് നമുക്ക് ഇതാകുന്നത്. ആണ് ഇതിന്റെ നേരെ നടുവുള്ള കാഴ്ച. സൺറൈസും എല്ലാം ആയി വന്നു. ഏകദേശം ഇപ്പം നമ്മൾ കയറിയിട്ട് 6:30 കയറി 7:30, 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ ആയപ്പോഴും ഇതാണ് സൂര്യ വെളിച്ചം ഇങ്ങനെ മെല്ലെ വരുന്നതേ ഉള്ളൂ കേട്ടോ. തൊട്ടടുത്തെത്തി. ഇവിടെ നോക്കിയേ, എന്തോ വലിയ സംഭവം. ഇത് നോക്ക്, ഇത് പുറത്തോട്ടേക്ക് മറിഞ്ഞു വീഴുന്ന പോലെ അവർ കെട്ടിയേക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൺറൈസ്, ഇവിടെ താജ്മഹൽ. ഉള്ളിലോട്ടേക്ക് കയറാൻ വേണ്ടി പോവാ. ഇതൊക്കെ എന്ത് വലുതാ. അതിന്റെ തൊട്ടടുത്ത് വരുമ്പോൾ അതിന്റെ സൈസ് അറിയുന്നത് നമുക്ക്. ചിഹ്നം ഇതാ മറ്റേ നമ്മുടെ ചെരുപ്പിലിടാനുള്ള കവറൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഇത് ശരിക്കും ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഫ്രീ ആയിട്ട് തരും. പക്ഷെ ഇതെന്താ വെച്ചാൽ പുറത്തുനിന്ന് ഒരു പൈസക്ക് ഇത് ഉള്ളിൽ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പൈസക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ വാങ്ങി ആ സ്കാമിൽ വീഴണ്ട, നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. അതെ, ഇതാ ഇതുണ്ടോ, ഇവരൊക്കെ ഒരുപാട് പേര് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നവരെ ഈ ബ്ലൂ ഒക്കെ. അതൊക്കെ വെറുതെ ഒരു പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. എന്തിനാ വെറുതെ.
ഞാനും ഇട്ടു, ചിന്നൂട്ടു. പക്ഷെ ചിന്നിന്റെ കാലിൽ കൊല്ലുന്നു. മോയമ്മോയ്. ശരി, ഇതാ നമ്മളിവിടുന്ന് അടുത്തെത്തി. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, ഇടിലം വ്യൂ. എന്റെ കാലില് വലുതായോണ്ട് ഇതിനെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലേ പുറത്തുനിന്ന് 30 രൂപയ്ക്ക് വാങ്ങുന്നതിൽ തെറ്റില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഈ പരിപാടി കൊടുത്ത് ചെയ്യേണ്ടി വരും. എന്റെ കാണിക്ക്. ഉള്ളിലെത്തി, ഉള്ളിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി, ഇതൊക്കെ നല്ല കിടിലം മാർബിള്. നല്ല എന്താ പറയാ, നല്ല മാർബിൾ, നല്ല വൈറ്റ് കളറുള്ള മാർബിളാണ്. എന്തായാലും അതെല്ലാം മാർബിളാണ്. നമ്മളിതാ ഇതിന്റെ ഉള്ളിലോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചിന്നു കേറി പോകുന്നുണ്ട് ഗൈസ്. അതെ, ഇവിടെ നല്ല സൺറൈസും. ഇതാ ഇവിടെ നമ്മുടെ താജ്മഹല്. No millimeter difference from left to right, and just to maintain balance symmetry within this building. And that's Taj Mahal for you. So you are on the building now, on top of the building. See all the ramp, all the features, right most. So most favorite is on the building or Cornelian. And we call firestone for you. So mostly they use this system. ഇതാ ഇവിടെ അറബിയിലൊക്കെ കൊത്തി വെച്ചേക്കുന്നതൊക്കെ ഉണ്ട്. അതും ഏതോ സ്റ്റോണിലാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഇതാ ഈ കാണുന്ന എന്തൊക്കെയാ പറയുക, ഈ ചിത്രപണിക്ക് എല്ലാം വന്നിട്ട് ഓരോരോ സ്റ്റോൺസിലും അതേപോലെ തന്നെ എന്തൊക്കെയോ വൈരങ്ങളിലൊക്കെയാണെന്നാണ് പറയുന്നത്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറും വെള്ളയായിട്ട് കാണുന്നതൊന്നുമല്ല. ഇവിടെ വരുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസുകൾ, ഇതിൽ ഒരുപാട് ഡിസൈൻസുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഡിസൈൻസ് എന്നുള്ളത്. ഇത് കണ്ടോ, ഇതൊരു ഗോൾഡൻ കളറിൽ വന്നേക്കുന്നതും അതേപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് കളറിൽ, അതേപോലെ തന്നെ ഇത് മൊത്തം ഇതിലാണ്. വേറെ ഓരോരോ സ്റ്റോൺസും ഡിസൈൻസും. മേലെ കണ്ടോ, മേലെ ഇവിടെ നോക്കുമ്പോൾ വലുതാ, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും വലുതാ. ചിഹ്നം അവിടെ ഉണ്ട്. ഇവിടെ അതേപോലെ തന്നെ കണ്ടോ, ഇത് ഇവിടെ ഒരുപാട് ഡിസൈൻസുകളിലുണ്ട്. ഇതാ ഇത് മാർബിളുകളാണ് ഓരോ കളറുകളിലുള്ളത്. നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഇത് ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഉള്ളിൽ വന്നിട്ട്, അല്ലേ? ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ അവിടെയായിട്ടാണ് ഖബറടക്കം വെച്ചേക്കുന്നത്. ഇത് നോക്കിയേ, നല്ല ഓരോ സ്ഥലങ്ങൾ. ചിന്നുക നടന്നു പോകേണ്ട മെല്ലെ. ഇവിടെയാണ് ഖബർ, ഇതിൻ്റെ ഉള്ളിലാണ് ഖബർ. പക്ഷെ അവിടുന്ന് ചിലവരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ശരിയല്ലല്ലോ, ഒരു ഖബറാണ്, നമ്മൾ അതിന് കൊടുക്കേണ്ട മര്യാദ ഉണ്ടാവുമല്ലോ. അതെ, നമ്മളത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ഫോറിനർ ഒരു പെണ്ണുമ്പോൾ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നി ഇനി അവിടുന്ന് അത് വൈറലാകുമെന്ന് തോന്നി ഇതൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഫുള്ള് മാർബിൾസ് ആണ്. ഇത് കണ്ടോ, നോക്കിയേ, ഓരോരോ എന്താ പറയുക, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്താ മോളെ വേണ്ടേ? ഞാൻ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയിടുന്നില്ലേ. നോക്കിയേ, അപ്പൊ നമ്മളിത് ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. താജ്മഹലിന്റെ ഷാജഹാനും മുംതാസ് അല്ല, അടുത്തും വസീലെ അല്ലേ? പിന്നെ ഉണ്ടാക്കും. സ്നേഹം കാണാൻ പുള്ളിക്കാരി ഉണ്ടായിരുന്നില്ല, അതാണ് അല്ലേ? അതെ, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല തണുത്ത കാറ്റ് കയറി വരുന്നുണ്ട്. നല്ല അടിപൊളി കിടിലൻ എക്സ്പീരിയൻസാണ്. നമ്മൾ ഏകദേശം പുറത്തെത്തി തോന്നുന്നു. ഏതോ ഒരു എക്സിറ്റ് എത്തി. ഓക്കെ കേട്ടോ. അതെ, നമ്മളൊരു എക്സിറ്റ് എത്തി. ഇതാണ് ബാക്കിൽ, ഇവിടെയാണ് ഖബറടക്കിയേക്കുന്നത്. ഇവിടുന്ന് പുറത്തോട്ടേക്കുള്ള, ഇതാണ് പുറത്തോട്ടേക്കുള്ള വഴി, എക്സിറ്റ്.
നേരെ നമ്മുടെ മുമ്പിൽ കാണുന്ന പുള്ളിക്കാരിയാണ് ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ ഉള്ളു മൊത്തം കവർ ചെയ്തിട്ടുണ്ട്, മൊത്തം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് യമുന നദി. യമുന നദി നമുക്ക് നോക്കട്ടെ, അവിടെ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ നല്ല തണുപ്പാട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. പക്ഷെ അപ്പോഴത്തേക്കും ഷാജഹാൻ മരണപ്പെട്ടു എന്നാണ്, അതുകൊണ്ട് അതിൻ്റെ പണി തീർക്കാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അവിടെ ഏകദേശം ഇതേപോലെ ബ്ലാക്ക് കളറിലൊന്നും ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ ഇതാണ് യമുന നദി. നമുക്ക് നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും ഇതിങ്ങനെ ചെരിഞ്ഞ് പുറത്തോട്ടേക്ക് നിൽക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ വീണ് കഴിഞ്ഞാലും ഇത് നേരെ നാലും പുറത്തോട്ടേക്കാണ് പോകത്തുള്ളൂ, ഒരിക്കലും അത് ഉള്ളിലോട്ടേക്ക് വരില്ല എന്നുള്ളത് നമുക്ക് അടുത്ത് വരുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എന്ന് പറയില്ലേ, അതെങ്ങനെയാണ് പറയുക, എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിത് കാണുമ്പോൾ ഇത് തൊടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല അല്ലേ? എങ്ങനെയുണ്ടടി? എങ്ങനെ ഇങ്ങോട്ടേക്കോ അവിടുന്ന് വെളിച്ചടിക്കുന്നു. ആ ചിന്നു വെയിൽ കായാൻ വേണ്ടി നിൽക്കുക. എങ്ങനെയുണ്ട് നിന്റെ താജ്മഹൽ? ചിന്നുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു താജ്മഹൽ വരണം എന്നുള്ളത്. അപ്പൊ അത് അതെ. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് ആഗ്രഹത്തിന് ശേഷം ചിന്നുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു താജ്മഹൽ വരണം എന്നുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് ചിന്നു താജ്മഹൽ വന്നിട്ടുള്ള അതിന്റെ ഒരു? എല്ലാരും വരണം കേട്ടോ ജീവിതത്തില്. എന്താ ഭംഗിയാ, ഞാൻ അങ്ങനെ നിന്ന് പോവാണ്, അത്രയ്ക്കും ഭംഗിയില്ലേ. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പോലെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് പേരുടെ ഒപ്പീനിയൻ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. Can you share me your opinion about Taj Mahal? How the experience? My opinion? Yes. How do you mean? Like what I think of the building, or what I think of the story behind it, or? The building, overall experience. experience. Overall How is experience. it? Like My you're whole coming from, Yeah. I'm Germany. you're from Germany. Yeah. So Germany to India to visit Taj Mahal maybe. Yeah. So why that? How's the experience? How is That's it? beautiful. I mean, like you hear about it like a lot. You read about it a lot. You talk about it like with friends or your family about it. But actually being here is it's great. It's insane. Yeah. So like It's, symbol of unreal, love. kind of. I don't see it actually as a symbol of love. I think it's a bit crazy and insane to build something like this because out of love. Mm-hmm. But I'm more into. I love the details. What is Okay. behind it? I love the stone carvings, like all this work they put in. Like I think it's really impressive if you think about it. At what time they created it? Like nowadays we have all the possibilities, and we do like stupid, boring, plain houses. Yes. And back then they had like limited options, and they create something like this. So it's Opinion about Taj Mahal. So your opinion, how is it? It's amazing. So you like it? How you say could it build this? I can imagine. That's time, all time, right? Yeah, all the time. Yeah. Okay, so you don't like it. Guys, So you are coming from Japan. Japan? Yes. Okay, nice to meet you. Nice to meet you. Namaste. You don't mind, we have a small YouTube channel. yeah. So just can you share me your opinion? How's the Taj Mahal and this thing about yourself? Like beautiful. A dream. So you are coming from Germany. Germany. Okay, fine. Ma'am, your name? Sonia. Sonia. Yeah. Harit. Nice to meet you. Thank you. Ma'am. Thank you. Coming from I'm from Nepal. Nepal and you? Japan. Hi. Hi. My name is Harit. So how's the like Taj Mahal? It's very good design. Okay. It's really good. I just saw it in the pictures, but if you see it in real life, it's Like how's that Taj Mahal? very beautiful. But we are from France. We don't speak English fluently. Okay. Yeah. It's okay. One Uh, word. One word. Yeah. Impressionnant. It's a French language. Okay, It's okay. like amazing. 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 Okay. Yeah.
and the architecture it's very very nice. Okay. I'm a Muslim and I'm proud. Oh, about, yeah. sure. She's also a Muslim, my wife. Yeah. Nice to I'm meet proud you. about this, and I want to make made my prayer, but I think so that the masjid is closed. Closed, yeah. It's closed. It's Yes. just open Friday or I think Friday only they will be open. only. That, Yeah, okay. that's the reason. No, it's very very nice. Okay, thank you. Bye. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞല്ലോ അല്ലേ, നമ്മുടെ എന്താ പറയുക, പലരും പല നാട്ടിൽ നിന്നും വന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഇന്ത്യയിലോട്ടേക്ക് തേടി വരുന്നത് എന്ന് പറയുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്ര എന്താ പറയുക, രാജ്യങ്ങൾ താണ്ടി ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലത്തെ ഒരു അത്ഭുതം അല്ലെങ്കിൽ താജ്മഹൽ കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നവരുണ്ട് ഭയങ്കര പ്രൗഡ് അല്ലേ. നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് അല്ലേ ആ കാണുന്ന സംഭവം അല്ലേ. ഫോറിനേഴ്സ് ഒക്കെ എന്തൊക്കെയാ പറയുന്നത്. അതെ, അവര് എക്സൈറ്റഡ് ആണ് ഇത് കാണുമ്പോൾ. നമുക്കേ ഇങ്ങനെയുണ്ട് ഭയങ്കര, നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് നമ്മുടെ ഇതിൽ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, അപ്പോൾ എന്താ പറയാ, അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും കണ്ടിട്ടുണ്ടാവൂലേ. അതെ, അതുപോലെ ഞങ്ങൾക്കുള്ള ഭയങ്കര അടിപൊളി കിടിലൻ സാധനമാണ്. അപ്പൊ എല്ലാരും എന്തായാലും വരിക കാരണം അതെ വരാതെ പോരുത്, മിസ് ചെയ്യും. അതെ, അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും ദൂരത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ സ്വന്തം നാട്ടിൽ ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ. കണ്ട ബാക്കിൽ നമുക്ക് തിളങ്ങി നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതെ, ഉള്ളു പോകുമ്പോ ഞങ്ങൾക്ക് അത് കബറാന്നേ പറയാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് അല്ലേ. അതെ അതെ അതെ, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഇപ്പൊ കബർ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് വേറൊരു രീതിയാണ്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ മറ്റേ വെച്ചേക്കുന്നത് അവർ കാണിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്, ആൾക്കാർ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. നമ്മള് പിന്നെ അത് അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ, നമ്മൾ അതിനുള്ള റെസ്പെക്ട് കൊടുക്കണല്ലോ. അതെ, നമ്മൾ ഈ ടോർച്ച് വെച്ചിട്ടേ ഇങ്ങനെ അടിക്കുമ്പോൾ ആ മറ്റെന്താ പറയുക, മാർബിളിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം ഇങ്ങനെ കടത്തി വിടുന്നതൊക്കെ നല്ല കിടിലായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഉള്ളിൽ പോയാൽ അറിയാം. പിന്നെ ഗൈഡിനെ എടുക്കണം എന്ന് വേണമെന്നുള്ളവരെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോട്ടോ എടുത്ത് തരും ഉള്ളിൽ നിന്ന് ഇവർ തന്നെ. അപ്പോൾ അവർ 100 രൂപയൊക്കെ പറയും, ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല. 20 രൂപയ്ക്കൊക്കെ എടുത്ത് തരുന്നവരുണ്ട്, 20-30 മാക്സിമം. പിന്നെ 10 ഫോട്ടോസാണ് അവർ മാക്സിമം എടുക്കാൻ പറയുക. അത് പക്ഷേ 5 എണ്ണത്തിലും അവരെടുത്ത് തരും. അതൊക്കെ നമ്മൾ പറയുന്ന പോലെ മതി, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ഏത് ഗേറ്റിൽ കൂടെ കയറിയാലും നിങ്ങൾക്ക് ഉള്ളിൽ വരാം, ഉള്ളിൽ നിന്ന് ഒന്നിലോട്ട് തന്നെ കയറേണ്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് വെയിൽ വരുന്നുണ്ട്. ഇപ്പം ഏകദേശം അതെ, ഇപ്പോൾ ഒരു 9-10 മണിയായപ്പോൾ നല്ല വെയിലാണ്. ഇപ്പോൾ നല്ല റഷ് ഉണ്ട്. റഷ് ഇല്ലാതെ നിങ്ങൾക്ക് ഉള്ളിൽ കയറി എല്ലാം കണ്ട് പിന്നെ പോയി ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ വേറെ ഒന്നുമില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ വീഡിയോസിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം. എന്തായാലും നല്ല വെയിൽ വരുമ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞ് പുറത്തോട്ടേക്ക് ഇറങ്ങി ഇങ്ങനെ മെല്ലെ പുറത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. പക്ഷെ നല്ലൊരു വെയിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ റീൽസിലൊക്കെ കാണുന്നൊരു ഭാഗമുണ്ടല്ലോ, നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ നമുക്ക് ആ കണ്ണിനെ അങ്ങനെ എന്താ പറയുക, ആ ഒരു തിളക്കം തോന്നിക്കുന്ന ഒരു മൂമെൻ്റ് എന്ന് പറയില്ലേ, അതിതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന നേരത്തെ എടുത്തത്, രാവിലെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പ് എടുത്തിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു. പ്രസാദ് വരുന്നു, ഉള്ളിൽ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. എങ്ങോട്ടാ കുതിരെ? ഹൗസ് എയർപോർട്ട് കുഴപ്പമില്ല, ഒരു കുഞ്ഞ് എയർപോർട്ട്. അപ്പൊ നമ്മള് ഫ്ലൈറ്റ് എടുത്ത് നേരെ വന്ന് ഹൈദരാബാദിൽ ഇറങ്ങി. ഹൈദരാബാദിൽ ഏകദേശം ഒരു 3.5 മണിക്കൂറായിട്ട് നമ്മൾ പോസ്റ്റ് അല്ലേ. നമ്മൾ പോയിരുന്നു ഒരു 10 o'clock ആണ് അടുത്ത ഫ്ലൈറ്റ്, അതായത് ബാംഗ്ലൂരിലോട്ട്. അതെ, അപ്പോൾ നമ്മൾ വന്നോടനെ പോയി പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ വന്ന് ഒറ്റ എടുത്ത് ഇരിക്കുകയായിരുന്നു. ഫോൺ ചാർജിലായിരുന്നു, ചാർജർ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞ പോലെ എവിടുന്നായിരുന്നു, നമ്മൾ സാറ്റർഡേ നൈറ്റ് ഇവിടുന്ന് പോയി സൺഡേ മോർണിംഗ്
അല്ലേ? സൺഡേ മോർണിംഗ് നമ്മൾ ഡൽഹി എത്തി. ഡൽഹി കറങ്ങി. ഡൽഹിയിൽ നമ്മൾ മൺഡേ, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല മൺഡേനെ നമ്മൾ കറങ്ങിയ സ്ഥലങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേയും ബാംഗ്ലൂരിൽ ഡൽഹിയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി. ഡൽഹിയിൽ നിന്ന് മൺഡേ ജസ്റ്റ് ഒന്ന് കറങ്ങി. മൺഡേയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നൈറ്റ് ഉച്ച കഴിഞ്ഞപ്പോൾ നേരെ ആഗ്രയിൽ സ്റ്റേ അടിച്ച് അവിടെ നിന്ന് ഒരു ദിവസം കറങ്ങി. ഇമ്മീഡിയറ്റ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. പിന്നെ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ. അത്രയേ ഉള്ളൂ. ഫുൾ കറങ്ങാം. ലാൻഡായി. നാളെ ജോലിക്ക് പോകണം. ഉറങ്ങണം. എന്ത് ചെയ്യാന്നറിയില്ല. എന്തായാലും ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ റീച്ച് ആയിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഞങ്ങൾ ജേർണി എപ്പോഴാണ് തുടങ്ങിയതാ? ജേർണി നമ്മൾ സാറ്റർഡേ നൈറ്റ് തുടങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് കയറി ഡൽഹി അവിടെ എയർപോർട്ടിൽ ഇറങ്ങി. സൺഡേ ഫുള്ള് നമ്മൾ ഡൽഹിയിൽ കുത്തബ് മിനാർ, ലോട്ടസ് ടെമ്പിൾ, ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ, പിന്നെ റെഡ് ഫോർട്ട്, അത്രേ കണ്ടുള്ളൂ. അത്രയും കണ്ട് അതിനുശേഷം റൂം എടുത്ത് പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ എവിടെയായിരുന്നു പോയത്? നമ്മള് മറ്റേ യമുനാഘട്ട് രാവിലെ പോയി. യമുനാഘട്ട് പോയതിനു ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് സരോജിനി മാർക്കറ്റ് അല്ലേ? സരോജിനി മാർക്കറ്റ് പോയി ഒരുപാട് നേരം ഒന്നും കറങ്ങാൻ പറ്റിയില്ല. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് പോയി 2-3 സാധനങ്ങളൊക്കെ വാങ്ങി. പറയാനൊന്നുമില്ല. അതായത് ബാംഗ്ലൂരിലെ നമ്മളെ കൊമേഴ്ഷ്യൽ സീറ്റ് തന്നെ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് പോകണമായിരുന്നു, ആഗ്രയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ ബസ് പിടിച്ച് അപ്പോൾ നമ്മൾ സമയമായതുകൊണ്ട് പിന്നെ വേഗം ബസ് കയറി ആഗ്രയിൽ പോയി റൂം എടുത്ത് സ്റ്റേ അടിച്ച് രാവിലെ 5 മണിക്ക്, നിങ്ങൾ കണ്ടില്ല, 5 മണിക്ക് നമ്മൾ 4 മണിക്ക് എണീറ്റ് 5 മണിക്ക് നമ്മൾ അവിടെ 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം അവിടെ എത്തി. അപ്പോൾ അതിന് ശേഷം അത് കണ്ട് താജ്മഹൽ കഴിഞ്ഞ് അവിടെ പറ്റിയില്ല, സമയം ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഫ്ലൈറ്റിന് സമയമായി. അത് കഴിഞ്ഞ് നമ്മൾ വേഗം വന്ന് ആഗ്രയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഹൈദരാബാദിൽ വന്നിപ്പോൾ ഇരിക്കുകയാണ്. ഏകദേശം കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം നമ്മളിവിടെ ഏകദേശം വന്നിട്ട് എത്ര നേരമായി? ഒരു 4.5 മണിക്കൂർ കറക്റ്റ് ലൈ ഓഫ് ഉണ്ടായിരുന്നു. നമ്മൾ 5:30 ആയപ്പോൾ എത്തി. ഇപ്പം ഏകദേശം സമയം 9:45. നമുക്ക് 10 മണിക്ക് ശേഷമാണ് ഫ്ലൈറ്റ് ഉള്ളത്, 10:15. അപ്പോൾ പോസ്റ്റ് അടിച്ചിരുന്ന് മടുത്ത് ഇങ്ങനെ വീട്ടിലെത്തണം, ഒന്ന് കിടന്നുറങ്ങണം, നാളെ എനിക്ക് ഓഫീസിൽ പോകണം, വർക്ക് സീൻ. അപ്പോൾ നമുക്ക് എന്തായാലും ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നെക്സ്റ്റ് സ്റ്റോപ്പ് ബാംഗ്ലൂർ. അപ്പോൾ നമ്മളിത് ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. നമ്മുടെ 3 days ട്രിപ്പ് കഴിഞ്ഞു. നല്ല ടയർഡായി അല്ലേ? ഉറക്കം, അതെ, ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് ബസ് വിളിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഇനിയും ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്താവും. ബസ്സോ ക്യാബോ എന്തെടുത്താലും ആവും. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ പോവാ, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് കാണുക. എന്തെങ്കിലും കാര്യങ്ങൾ 3 daysൻ്റെ വീഡിയോസ്, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ നോക്കാം. മാക്സിമം ഡീറ്റെയിൽസുകളൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം അല്ലേ? എന്തായാലും ബൈ. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലെത്തി. ഇപ്പോൾ ജസ്റ്റ് വന്ന് കയറിയതല്ലോ, മടുത്തു. നമ്മൾ വരുന്ന വഴിക്ക് സിൽബോർഡിൽ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ടേക്ക് വരിക ചെയ്തേ. അപ്പോൾ ഏകദേശം ഇപ്പോൾ കറക്റ്റ് 2:50 അപ്പോൾ എന്തായാലും ഇനി അടുത്ത് കിടന്നാൽ മതി എന്നായി. ജീവൻ പോയി, ചിന്നു ഓൾറെഡി പോയി സൈഡായി. അപ്പോൾ ഈ ട്രിപ്പും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.